ശബരിമലയിൽ യുവതീ പ്രവേശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും മുന്നണിയും പാർട്ടിയും ഊറ്റം കൊള്ളുമ്പോൾ അതൊന്നും വലിയ നവോത്ഥാനമല്ലെന്ന് VS അച്യുതാനന്ദൻ ആഞ്ഞടിക്കുന്നു. പ്രമുഖ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമല വിധിയെ തുടർന്ന് സ്ത്രീ സമത്വം എന്ന നവോത്ഥാന ആശയത്തോടൊപ്പം നിൽക്കുന്ന സംഘടനകളെ ഒരുമിച്ച് നിർത്തുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സ്ത്രീ സമത്വം എന്ന പുരോഗമന ആശയത്തിന് പിന്തുണ നൽകണം. എന്നാൽ അത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്ന മിനിമം പരിപാടിയല്ലെന്ന് VS തുറന്നടിക്കുന്നു. പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ കൂടെ നിർത്തുന്നതും വർഗീയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കക്ഷികളുമായി സഹകരിക്കുന്നതും ഒരുപോലെ കാണരുതെന്നും VS വ്യക്തമാക്കി. നവോത്ഥാനം ഒരു തുടർ പ്രക്രിയയാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ സമത്വത്തിന് പിന്തുണ നൽകണം. പക്ഷേ അത് ശബരിമലയിൽ യുവതികളെ കയറ്റുക എന്ന മിനിമം പരിപാടിയല്ലെന്നും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ VS ചൂണ്ടിക്കാട്ടുന്നു. അതിനർത്ഥം ശബരിമല യുവതീ പ്രവേശനത്തിനുമപ്പുറം ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന്, സർക്കാരിനും പാർട്ടിക്കും ചെയ്യാനുണ്ടെന്നാണ്. അതിനെയെല്ലാം അവഗണിച്ച് യുവതീ പ്രവേശനം മാത്രം ലക്ഷ്യമാക്കുന്നത് ശരിയല്ലെന്നാണ് VS പറഞ്ഞതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. താൻ അഴിമതി കേസിൽ അഴിക്കുള്ളിലാക്കിയ ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിലെടുത്തതിനെ VS അച്യുതാനന്ദൻ വിമർശിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. CPMന്റെ മാത്രം തീരുമാനപ്രകാരമല്ല ബാലകൃഷ്ണപിള്ളയെ LDFൽ എടുത്തത്. നേതാവിന്റെ സംശുദ്ധതയല്ല, പാർട്ടിയുടെ നിലപാടുകളാണ് മുന്നണിയിൽ പ്രധാനമെന്നും VS വ്യക്തമാക്കുന്നു. പ്രാദേശിക പാർട്ടികളെ വർഗീയ പാർട്ടി അല്ലാത്തത് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ വർഗീയവാദികളും തീവ്രവാദികളും ശക്തിപ്പെടുന്ന കാലമാണ്. RSS നേതാവ് ഗോൾവാൽക്കറുടെ വിചാരധാര വന്നപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി രൂപം കൊണ്ടത്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമാകുന്നതിനെ കുറിച്ച് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നും VS പറയുന്നു. INLന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തിനാണ് ഈ മറുപടി നൽകിയത്. ശക്തിയുള്ള പാർട്ടികളുടെ മാത്രം കൂട്ടായ്മയല്ല മുന്നണി സംവിധാനമെന്നും VS സമ്മതിക്കുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ കോൺഗ്രസിനും CPMനും മാത്രം ഭരിക്കാൻ കഴിയുമായിരുന്നല്ലോ. പൊതുമിനിമം പരിപാടികളുടെ അടിസ്ഥാനത്തിൽ ചില ലക്ഷ്യങ്ങളോടെയാണ് LDF പ്രവർത്തിക്കുന്നത്. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ പോരാടുന്ന LDFൽ അത്തരക്കാരെ ഉൾപ്പെടുത്താനാവില്ലെന്നും VS വ്യക്തമാക്കുന്നുണ്ട്. ഇത് അദ്ദേഹം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് നേരെ വിരുദ്ധമാണ്. എന്തായാലും അഭിമുഖത്തിലെ യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകം ചർച്ചയായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.